Hi friends, Lizamma's Food and Tips ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഒത്തിരിയും ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി ഞാൻ 1 കിലോ അരിയും 1 കിലോ ചിക്കനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചിക്കനും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് വേണം, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു 12-13 വെളുത്തുള്ളി എടുത്ത് ചതച്ചത്, പുതിനയിലയുണ്ട്, 2 പച്ചമുളക് ചതച്ചത്, പിന്നെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെയും വേണം. ഇത് ഞാൻ ചോറിന് വേണ്ടി മാത്രം എടുത്താണ്. കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് അല്പം മല്ലിയില വേണം, ഇച്ചിരി ഏറെ വേണം. മല്ലിയില എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. മല്ലിയില എടുക്കുമ്പോൾ പ്രത്യേകം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. പിന്നെ ഒരു 4-5 സവാള, വലിയ സവാളയാണ്, അത് ഞാൻ നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും ഞാൻ എടുത്തിട്ടുണ്ട്. സവാള തീരെ നൈസായിട്ട് അരിയാനായിട്ട് നോക്കുക, അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. കുറച്ച് നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് വേണം, അത് നമുക്ക് കുറച്ച് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് ഗരം മസാലകൾ തയ്യാറാക്കാനായിട്ട് വേണം. പെരിഞ്ജീരകം, കുരുമുളക്, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത് ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. ഇപ്പം ചോറിനും വേണം, നമുക്ക് ഇറച്ചി കറി വെക്കാനും വേണം. ഇനി നമുക്ക് ഒരു പാൻ വെക്കുക, അത് ചൂടായതിനു ശേഷം അല്പം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചേറെ ഒഴിക്കുന്നുണ്ട്, കാരണം നമുക്ക് ഉള്ളി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് വേണം. അപ്പം ഇത് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയും ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ആവശ്യത്തിനുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി ആകുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ അത് എല്ലാ വശവും നന്നായിട്ടൊന്ന് ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും അതേ പാനിൽ തന്നെ കുറച്ച് നമുക്ക് കാഷ്യൂനട്ടും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നെയ്ക്കകത്ത് വേണമെങ്കിൽ നിങ്ങൾക്കിത് വറക്കാം. അപ്പം ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ വറുത്ത് കോരുന്നത്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കിസ്മിസ് കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് കാഷ്യൂനട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അല്പം കിസ്മിസ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി വരും. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതെല്ലാം വാങ്ങാം. ഇനി നമുക്ക് വേറൊരു ചരുവം വെച്ച് കൊടുക്കാം. ഞാനൊരു കുറച്ച് വലിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ചോറ് വെക്കാനായിട്ടാണ് അല്പം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു അല്പം നെയ്യ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്പം കുരുമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലുള്ളത് ഇട്ട് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ അരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമയം ഒന്നുമില്ല, എല്ലാം വെള്ളമെല്ലാം വാർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. കുറച്ച് അധികം ഇടുക, എങ്കിൽ മാത്രമേ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു 2.5 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഞാനിത് പറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു 1/4 വേവ് ആകുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് 1-2 തിള വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നിർത്താം. അപ്പം ഞാൻ ആ എടുത്ത കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അല്പം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയില അരിഞ്ഞതിന്റെ കുറച്ചെടുത്തത്, കുറച്ച് പുതിനയില, കുറച്ച് ഇഞ്ചി ചതച്ചതിന്റെ കുറച്ച്, പിന്നെ അല്പം വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ പച്ചമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇതെല്ലാം കൂടെ ചോറെ നന്നായിട്ട് അങ്ങ് പിടിക്കും.
അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. നമ്മൾ ഉള്ളി വറുത്ത ആ എണ്ണയുണ്ടല്ലോ, അതിലൊരു 2 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂടി വെച്ച് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ഉള്ളി വഴറ്റിയ ആ എണ്ണയുടെ ബാക്കിയുണ്ടല്ലോ, അത് സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ബാക്കി സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും ചേർക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പുണ്ട്. 1 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുക്കാവണം. നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഇതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ്, അത് നമ്മൾ ഊറ്റി വെച്ചതായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ചോറും അല്പമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തീയെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ഉള്ളി വറുത്തതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ടു. കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-2.5 സ്പൂണ് നെയ്യും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരല്പം പാലിൽ അല്പം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് 1-2 സ്പൂണ് ഇതിനിടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. ഇനി പിന്നെ ഇതിന് മുകളിലേക്ക് ബാക്കി ചോറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്കും കുറച്ച് പാലിൻ്റെ അകത്തുള്ള ആ മഞ്ഞൾ മിക്സും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ നമുക്ക് ചേർക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില എന്നിവയും ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അല്പം നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊക്കെ ഒഴിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് മൂടി വെച്ചടച്ച് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന്
കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലാണ് അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാവൂ. ഇടയ്ക്ക് പോയി തുറക്കരുത്. അതിൻ്റെ ആവിയും അതിൻ്റെ ആ ഒരു മണവും ഒക്കെ അങ്ങ് പോകും. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി കണ്ടോ, നന്നായിട്ട് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനൊരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതാണല്ലോ ബിരിയാണിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഒരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചാൽ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പം ഞാൻ വേറെയും കുറേ ബിരിയാണി ചെയ്തതൊക്കെ നിങ്ങൾ കയറി നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഒരുപാട് കൂട്ടാനൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഒരു സാലഡും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി നമ്മുടെ വേഷായി. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം.